ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ വിശ്വാസത്തിലാണ് അവർ നമുക്ക് വോട്ട് ചെയ്തു. ആ രീതിയിൽ അവർക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ചോദിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു വീട് കെട്ടാൻ പോലും പറ്റിയിട്ടില്ല. നാട്യങ്ങളില്ലാത്ത ജനപ്രതിനിധിയാണ് അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ. താമസിക്കുന്നത് ചോർന്നൊലിക്കുന്ന കൊച്ചുകുടിലിൽ. പ്രസിഡന്റ് പദവിയിലിരുന്ന് സാധാരണക്കാരുടെയും ഗോത്രവിഭാഗങ്ങളുടെയും പ്രതീക്ഷകളും അഭിലാഷങ്ങളും പൂർത്തീകരിക്കാൻ ചിലതെങ്കിലും ചെയ്യാനായതിന്റെ സന്തോഷത്തിലാണിവർ. ഇപ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ST വനിത ആയതുകൊണ്ട് ഈ അട്ടപ്പാടിക്കാരന്റെ മനസ്സറിഞ്ഞ് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ പഠിത്തം കഴിഞ്ഞിട്ട് കുറെ ചെറുപ്പക്കാരുണ്ടായിരുന്നു, അവർക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ കുറച്ചു പേർക്ക് ജോലിയും മേടിച്ചു കൊടുക്കാൻ പറ്റിയിരുന്നു. ആദിവാസികൾ പതിറ്റാണ്ടുകളായി ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലാണെന്നും പ്രശ്നം ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നും മരുതി മുരുകൻ പറയുന്നു. താഴെ നിന്ന് വന്ന ആൾക്കാർ ഈ STകൾക്ക് ഈ ഇഡ്ഡലിയും ദോശയും ഇങ്ങനെ മേടിച്ചു കൊടുത്തു അവരുടെ ഭൂമി കൈപ്പറ്റിയിട്ടുണ്ട്. അവരുടെ ഭൂമി കൈപ്പറ്റി ഇപ്പോഴും കൈവശം വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അട്ടപ്പാടിയിലേക്കുള്ള തകർന്നു കിടക്കുന്ന റോഡും വന്യമൃഗശല്യവും അധികാരികൾക്ക് മുമ്പാകെ പറഞ്ഞു മടുത്തുവെന്നാണ് മറ്റൊരു പരിഭവം. നമ്മുടെ അട്ടപ്പാടിയിൽ മൃഗശല്യം കൂടുതലാണ്. എന്റെ തന്നെ കഴിഞ്ഞ മാസം ഒരു ആടിനെ വന്ന് പുലി പിടിച്ചു കൊണ്ടുപോയി. ഈ കാട്ടുനായ്ക്കളെ വന്നിട്ട് 2 ആടിനെ കൊണ്ടുപോയി. ഇത് നമ്മൾ ഫോറസ്റ്റുകാരോട് ഈ ആട് മേയ്ക്കാൻ പോകുന്ന ആൾക്കാരുടെ അടുത്ത് എപ്പോഴും ഫോണുണ്ടാവില്ല. അവർ വെറുതെ ഒരു കത്തിയും കുറച്ച് വെള്ളം മാത്രം കൊണ്ടുപോകും. അപ്പോൾ ഈ ഫോറസ്റ്റോട് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടോ, അതിന്റെ ഫോട്ടോ കാണിക്കാൻ പറ്റുമോ, എന്നിട്ട് നമുക്ക് അതിന്റെ പരിഹാരം കണ്ടെത്താന്നാണ് പറയുന്നത്. ഫോണില്ലാത്ത ആള് എങ്ങനെ ഫോണിൽ നമുക്ക് പടം പിടിച്ച് കൊണ്ടുവരാൻ പറ്റും? വനവാസി സമൂഹങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ശരിയായ പരിപ്രേക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനും അവരോട് സ്നേഹവും കാരുണ്യവും കരുതലും പുലർത്താനും അവരിൽ നിന്നുള്ളവർക്കേ കഴിയൂ. കുറെ ഗോത്ര വിഭാഗക്കാർക്ക് എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിരുന്നു. ചില ഊരുകളിൽ റോഡ് ഇല്ലാണ്ടിരുന്നു. കുറെ ഫണ്ടുകൾ വെച്ച് ഞാൻ റോഡ് വെച്ച് കൊടുത്തു. കുടിവെള്ളം ഇല്ലാണ്ടിരുന്നു. ഈ ഉമ്മത്താമ്പാടി, മേലെ ഉമ്മത്താമ്പാടി, പട്ടണക്കല്ല്, ഈ മേലെ മൂലക്കൊമ്പ്, അത് കുറുമ്പ മേഖലയാണ്. അവർക്കാണെങ്കിൽ 10-20 വർഷം കുടിവെള്ളം ഇല്ലാണ്ടിരുന്നു. ആദ്യമായിട്ട് അവർക്ക് കുടിവെള്ളം വെച്ച് കൊടുത്തു 10 ലക്ഷം വെച്ച്. പിന്നെ നമുക്ക് ഈ താഴെ ഉമ്മത്താമ്പാടിയിൽ 25 ലക്ഷം വെച്ച് അവർക്ക് ആവശ്യമുള്ള കുടിവെള്ളം എത്തിച്ചു കൊടുത്തു. പട്ടണക്കല്ല് എന്ന് പറഞ്ഞ ഒരു ഊരില് കുറെ 50-60 വർഷമായിട്ട് പാലമില്ല, പൊള മാത്രം ഉണ്ടായിരുന്നു. അവർക്കാണെങ്കിൽ പൊളേന്റെ അപ്പുറത്ത് ഇങ്ങോട്ട് വരാൻ, കടയ്ക്ക് വരാനും പലചരക്ക് സാധനങ്ങൾ മേടിക്കാനും നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഒരു പാലം കെട്ടിത്തരണം എന്ന് പറഞ്ഞു. പുതൂർ പഞ്ചായത്ത് പ്രസിഡന്റും ഞാനും സംയുക്ത പ്രോജക്റ്റ് ആയിട്ട് ആദ്യത്തെ പ്രോജക്റ്റ് അതായിരുന്നു.